കോമഡി മസാലയുടെ ഈ ഫ്ലോറിലേക്ക് ഇന്നൊരു 1-1 ഷോയുമായിട്ട് എത്താൻ പോകുന്ന ആൾ ദീപു ക്രിസ്. ഹായ് ദീപു. ഹായ്. അപ്പൊ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത്? സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല, കുറച്ച് നടന്മാരുടെ ശബ്ദം അതാണ് ചെയ്യാൻ പോകുന്നത്. ദീപു ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ സ്പെഷ്യാലിറ്റി. അത് നന്നാവുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം. അതെ, അപ്പൊ കുറെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ ഫിലിം സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഓ, 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഫിലിം ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറയുന്ന സിനിമയാണ്, ജയസൂര്യ അനുപേട്ടൻ്റെ. രണ്ടാമത് LBW എന്ന് പറയുന്ന ഒരു സിനിമ. ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് റീസെൻ്റായി റിലീസായ പാർവതി രതീഷ് അഭിനയിച്ച ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സിനിമ, അതിലൊരു നല്ലൊരു കോമഡി വേഷം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു ഫെസ്റ്റിവൽ മൂവി 13 എന്ന് പറയുന്ന ഒരു സിനിമ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. അതിലൊരു നെഗറ്റീവ് വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ സിനിമ താരം ഉറപ്പിച്ച് അല്ലേ? യെസ്. അപ്പോ ദീപു നമുക്ക് വേണ്ടി എന്താണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആരുടെ ശബ്ദമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് മലയാള സിനിമയിൽ ന്യൂ ജനറേഷൻ സിനിമയിലൂടെ മലയാളത്തിലേക്ക് കടന്നു വന്ന, ഇപ്പോൾ കഥ, തിരക്കഥ, അതുപോലെ തന്നെ വില്ലൻ വേഷമായാലും കോമഡി വേഷമായാലും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ചെമ്പൻ വിനോദ്. ചെമ്പൻ ചേട്ടന്റെ ശബ്ദമാണ്. അദ്ദേഹം അഭിനയിച്ച സപ്തമശ്രീ തസ്കരാഹ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. പേര് പറയാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ എന്തായാലും അതിലെ ഡയലോഗ് കേൾക്കാം. സംഗതി ഇത്തിരി ഡാർക്കാണെങ്കിലും ഈ ജയിലെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 10 കൊണ്ടുവന്ന അതിൽ 9 ഇൻ്റർനാഷണൽ വേസ്റ്റോളാ. പക്ഷേ ഇവിടെ സീൻ അതല്ലട്ടാ. ഇവിടെ ഓരോരുത്തരും അവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാ. അങ്ങനെ ആകുമ്പോൾ ഈ ജയിലെന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ക്രിയേറ്റീവ് പീപ്പിൾസ് ആണോ. അടിപൊളി. ഓക്കെ, അങ്ങനെ ചെമ്മഞ്ചേട്ടൻ്റെ ശബ്ദം നല്ല ഗംഭീരമായിട്ട് ചെയ്തു. അപ്പോൾ ഇനി അടുത്തതാരാണ്? അതുപോലെ മിമിക്രിയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് വളരെ പൊക്കം കുറഞ്ഞ വലിയ കലാകാരനായ ഗിന്നസ്, ഇപ്പോൾ അടുത്ത് തന്നെ ട്രിപ്പിൾ ധമാക്ക അടിച്ച 3 ഗിന്നസ് ബുക്ക് റെക്കോർഡുകൾ നേടിയ അജയൻ ചേട്ടൻ്റെ ശബ്ദം. അദ്ദേഹം പറഞ്ഞ അത്ഭുത ദീപം എന്ന സിനിമയിലെ ഒരു ഡയലോഗ്. എവറാന്റെ പെണ്ണ് അവൾ ആരാണെന്ന് എനിക്കറിയോടാ. ഈ ഗജന്റെ ഹൃദയവാ. അവൾക്ക് വേണ്ടി ഞാൻ മരിക്കും. ഈ ഇറക്കി വിറ കൊന്നരക്കതിരുവാവളെ, ഇല്ലെങ്കിൽ നിന്റെ നമ്മളെ ഇടിച്ചു വിളിച്ച് കൊളവാക്കും. കുഞ്ഞോനെ തലയിലെ കുഞ്ഞോനെ, കുഞ്ഞോനെ തലയിലെ കുഞ്ഞോനെ. ഗിന്നസ് പക്രു എന്ന അജയൻ ചേട്ടൻ്റെ ശബ്ദം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു തമിഴിലോട്ട് പോകാം. തമിഴിലെ യുവനടനായ ജയം രവി, അദ്ദേഹം അഭിനയിച്ച സന്തോഷ് സുബ്രഹ്മണ്യം എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. അതെ അതെ, അതിലൊരു വലിയ ശബ്ദം ഒച്ചത്തിൽ പറയുന്ന ഒരു ഡയലോഗാണ്. എല്ലാ തപ്പ് നീங்க தான் பண்ணீங்க, எல்லா தப்பு நீங்க தான் பண்ணீங்க. போதுப்பா, சின்ன வயசுல நீங்க பண்றது எல்லாமே போதும். நான் எழுந்தது போதும். இந்த வீட்டுக்கு அவளை கூட்டி வரப்பா, நான் அவகிட்ட ஒரு ப்ராமிஸ் பண்ணேன், உனக்கு ஒரு நல்ல ஃபேமிலியை கொடுக்குறேன்னு. ஆனைக்கு இன்னைக்கு சொல்றேப்பா, இந்த ഫാമിലി ഒരു നല്ല പൊണ്ണ എഴുന്നടിച്ചപ്പാ, എഴുന്നടിച്ച് ഷീ ഈസ് ഗോൺ. ഓ, അടിപൊളി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും തമിഴിൽ നിന്ന് തന്നെ ഒരു താരമാണ്. അലൈപ്പായുധ് എന്ന സിനിമയിലൂടെ തമിഴിലേക്ക് കടന്നു വന്ന മാധവൻ. അദ്ദേഹം ഒരു ഗംഭീരമായ ഒരു തിരിച്ചുവരുന്ന ഇരുടിച്ചുറ്റു എന്ന സിനിമയിലെ ഒരു ഡയലോഗ്. 7 മുകൾ എന്നാണ് സെஞ்சவங்களுக்கு நேரிது, எனக்கு பொண்டாட்டியிலே ஓடி போயிட்டேன், என்ன நான் ஒரு தோத்தாங்குள்ளி போட்சாரி உண்டான பொலிட்டிஷியன், நான் யாரு கூட வேண்டாம். ஆனால் ஸ்டூடெண்ட்ஸுகளை வச்சுக்க மாட்டேன்னு உங்களுக்கு நல்லாவே தெரியும். உங்களை மாதிரி பேண்ட் கட்டிட்டு ரூமுக்குள்ளே பாசிட்டிவ் செலக்ட் பண்ணுற ஆள் நான் இல்லை. ரெங்குக்குள்ளே உங்கள் பாட்சி பார்த்து செலக்ட் பண்ணுவேன். என் முகமதிலே கிளம்படி സാക്കടക്കെ കിളപ്പിപ്പോ. അതൊരു ഗംഭീര വേഷമായിരുന്നു ആ ചിത്രത്തിലെ. അടുത്തായിട്ട് ചെയ്യാൻ വന്നത് മലയാളത്തിലെ ഒരു ഫീമെയിൽ താരമാണ്. എനിക്ക് അമ്മ വേഷം ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു താരമാണ് KPSC ലളിത അമ്മയുടെ ഒരു ശബ്ദമാണ്. ഒരു പരിശ്രമമാണ്, ശ്രമമാണ്. മനസ്സിനക്കര എന്ന സിനിമയിലെ 2 അമ്മമാരുടെ വേഷം ഒരുമിച്ച് ഒരു കോമ്പിനേഷൻ സീനാണ്. KPSC ലളിത അമ്മയുടെയും ഷീലാമ്മയുടെയും ശബ്ദം. ഒന്ന് ശ്രമിച്ചു നോക്കാം. നിന്നെ വന്നൊന്ന് കാണണമെന്ന് എന്നും വിചാരിക്കും. അതങ്ങനെ കോടതി സ്റ്റേഷനും വിസ്താരമൊക്കെ ആയിട്ട് നിനക്കൊരു ശകലം പോലും ഒഴിവില്ലല്ലോ. എൻ്റെ കർത്താവ്, തീതിന് പതി ചങ്കേ കിട്ടുകയും കൂടെ ചെയ്താലോ. നീ അങ്ങ് ഓഞ്ഞു പോയല്ലോടിയേ. ഹോ, ഇനിയിപ്പോ ഞാലെന്നാ വളഞ്ഞാലെന്നാ. ഞാനേ ഇച്ചിരി ഉണ്ണിയപ്പം കുഴലപ്പൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ അവിടെ മൊത്തം പത്രാസുകാരി ഇരിക്കുകയല്ലയോ. വേലിക്കെ കൊണ്ടുവന്നാൽ തിന്നോടിയേ. നമ്മൾ പണ്ട് പാടത്തും വേലിക്കും ചെളിയിലൊക്കെ അല്ലായിരുന്നോടി. പണ്ട് പാടത്ത് പണിക്ക് വരുമ്പോൾ നീ ആ തൂക്കുപാത്രത്തിൽ കൊണ്ടുവരാറുള്ള വെള്ളച്ചോറും തലേന്നത്തെ മീൻകൂട്ടാനും ഇപ്പോഴത്തെ നാവേലുണ്ട്. ഗുഡ് അറ്റംപ്റ്റ്. ഒരു നല്ല ശ്രമമായിരുന്നു. അതുപോലെ നമുക്ക് മലയാളമായി തമിഴായി നമുക്ക് ഹിന്ദിയിലോട്ട് പോകാം. ഹിന്ദിയിലോട്ട് ഹിന്ദിയിലെ ആക്ഷൻ കിങ് അക്ഷയ് കുമാർ. जो मैं बोलता हूँ ओ मैं करता हूँ,
जो मैं नहीं बोलता ओ मैं डेफिनेटली करता हूँ जो कर रहा हूँ मैं रातोर रउडी रातोर ആ അത് പൊളിച്ച്. അടുത്ത് ചെയ്യാൻ വന്നത് മിമിക്രി അല്ല. മിമിക്രി ആണെങ്കിൽ നമ്മൾ ഈ സാധാരണ ഈ ബൾബ് ഉണ്ടല്ലോ, LED ബൾബ്, 60 വാൾട്ടിന്റെ ബൾബ്, അതുപോലെ ട്യൂബ് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്, ഇത് കത്തുന്നത് എങ്ങനെ എൻ്റെ ഫേസിന്റെ എക്സ്പ്രഷനിലൂടെ ഓക്കെ ഞാൻ ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഇടണം. ഓക്കെ, ഞാൻ സ്വിച്ച് ഇട്ടാ മതിയോ? ഒരു എന്തെങ്കിലും ഒരു ശരി ശബ്ദത്തോടെ ശരി. ഒരു ഓഹോ, അപ്പൊ ഞാനിപ്പോ സ്വിച്ച് ഇടുന്ന ശബ്ദം കേൾപ്പിക്കണം. അതിപ്പോ ഞാൻ എവിടുന്ന് കേൾപ്പിക്കും? അത്ര മതിയോ? ഓക്കെ ഓക്കെ, അത് ഞാൻ ഏറ്റു. ശരി. ആദ്യമായിട്ട് കത്തുന്നത് നമ്മളെ സാധാരണ 60 വാൾട്ടിന്റെ ബൾബ്. സ്വിച്ച് ഇടട്ടെ? ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ കാണാറുണ്ട്. നമ്മൾ ഈ തെങ്ങിൽ നിന്നൊക്കെ തവളയൊക്കെ ചാടി കയറി പോകുന്ന അത് എങ്ങനെയാണ് കത്തുന്നത്? ഫേസിന്റെ എക്സ്പ്രഷനിലൂടെ കാണിക്കാം. സ്വിച്ച് ഓക്കെ. അടുത്തായിട്ട് നമ്മൾ ഈ ട്യൂബ് ലൈറ്റ് കത്തുന്നത് എങ്ങനെയാണ്? ട്യൂബ് ലൈറ്റ് അടുത്ത അവസാനമായിട്ട് നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ്, രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ലൈറ്റ് എങ്ങനെയാണ് കത്തുന്നത് നോക്കാം. ഓക്കെ, അതിന് സ്വിച്ച് ഉണ്ടോ? ടൈമിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇത് കത്തില്ല, അങ്ങനെ തരും. ഓക്കെ, അതൊരു നല്ല ഒബ്സർവേഷൻ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം. അടുത്ത് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം, നമുക്ക് മൊബൈൽ എല്ലാവരുടെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, താങ്കളുടെ കയ്യിലുണ്ട്, എല്ലാവരും. കാരണം മൊബൈലുണ്ട്, നല്ലതുണ്ട്, ചീത്തയുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ +2 പഠിക്കുന്ന പെൺകുട്ടികളുടെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ മൊബൈൽ കണ്ടുവരാറുണ്ട്. എല്ലാ പെൺകുട്ടികളുടെ കാര്യമില്ല, ഒരു 100 പെൺകുട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമാണ്. ആര് പറഞ്ഞു? അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ലല്ല, പറയാൻ വരുന്ന കാര്യം വേറെയാണ്. അപ്പൊ ഇവർക്ക് പകൽ സമയങ്ങളിലൊന്നും കോള് വരാറില്ല. കോള് വരുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. നമുക്ക് വെറുതെ നമ്മളൊരു സഹായമല്ലോ, മൊബൈൽ കമ്പനിക്കാർക്ക് നമ്മളൊരു സഹായം ചെയ്തു, നന്മ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ രാത്രി 12 മണിക്ക് ശേഷം ഒരു +2 പഠിക്കുന്ന പെൺകുട്ടിയുടെ മൊബൈലിൽ വരുന്ന ഒരു കോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹലോ 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 ഹലോ, നിന്റെ തൊണ്ടയ്ക്ക് എന്ത് പറ്റി? എന്തോന്ന് കേൾക്കണില്ല, ഉറച്ചു പറ. പെണ്ണ കേൾക്കണില്ല, ഉറച്ചു പറയുന്നത്. ഒരു കാര്യം ചെയ്, അമ്മയുടെ അടുത്ത് നിന്ന് എണീറ്റ് മാറിക്കട. ശബ്ദം കേൾക്കും. ഒരു കാര്യം ചെയ്യും, നാളെ തൊട്ട് ഒരു പായം തലം കെടുത്ത് താഴെ കിടന്നാൽ മതി. എന്തോന്നില്ല, അവിടെ പട്ടി വല്ലതും കിടപ്പുണ്ട്, അമർന്ന്. അമ്മ കൂർക്കം വലിക്കുന്ന. കൊള്ളാം. അവിടെ ബെഡ്ഷീറ്റ് ഉണ്ടോ? ഉണ്ട്. അത് 5ആയിട്ട് മടക്കി നിന്റെ തള്ളയുടെ അണ്ണാക്കിൽ കുത്തി ഇറക്കി കൊണ്ട് കിളവിക്ക് കൂർക്കം വലിക്കാൻ കണ്ട നേരം. പിന്നെ പറ. എനിക്ക് ഒരു 100 രൂപയ്ക്ക് ചാർജ് ചെയ്ത് തരൂ. എത്ര? 100 രൂപയ്ക്ക്. ഇടി, ഇന്ന് രാവിലെ ഞാൻ നിനക്ക് 100 രൂപയ്ക്ക് ചാർജ് ചെയ്തു, എന്നിട്ട് നീ എന്നെ ഒറ്റ കോള് പോലും വിളിച്ചില്ല. അതെ, ഗൾഫിലുള്ള അച്ഛനെ വിളിച്ച്. ഗൾഫിലുള്ള അച്ഛൻ? ഇടി, നിന്റെ അച്ഛൻ ഇവിടെ പെട്ടിക്കടയിട്ടേക്കില്ല, പിന്നെ ഏതച്ഛൻ? അമ്മയാണ് വിളിച്ചത്. ചോദിച്ചപ്പോൾ പറഞ്ഞ് ഗൾഫിലുള്ള അച്ഛനാണ്. എനിക്ക് അമ്മച്ചിയാണ് അറിഞ്ഞൂടാ. നല്ല തള്ളയും മോളും. പിന്നെ എനിക്ക് ഉറങ്ങണം, മൊബൈലിൽ പൈസയില്ല, രാവിലെ പണിക്ക് പോകണം. അപ്പോൾ തരാനുള്ളത് ഇങ്ങനത്തെ എന്ത്? അറിഞ്ഞൂടാത്ത പോലെ. പെണ്ണ, ഞാൻ എന്നും എനിക്ക് തരുന്നില്ല, ഇന്നൊന്ന് മറന്നുപോയാ? സത്യമായിട്ട് മറന്നുപോയി. അയ്യാ, മലന്നുപോയി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ഈ മുസ്ലിം സമുദായത്തിൽ ബാപ്പയുടെ ഭാര്യ നമ്മളെന്ത് പറയും? അതിങ്ങത്താ തരൂലേ? തരൂലടാ പൊട്ട. ഞാൻ ഫോൺ കട്ട് ചെയ്യും, വെച്ചോടാ കൊരങ്ങ. പിന്നെ വിളിക്കത്തില്ല, വിളിക്കണ്ടടാ പൊട്ട. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഇതാ കട്ട് ചെയ്തു. അയ്യോ, കട്ട് ചെയ്യില്ല. അങ്ങനെയല്ല, വേറെ ആരുടെയോ സംഭാഷണം നമ്മൾ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ഒരു ഫീൽ ഉണ്ടായിരുന്നല്ലേ? അത്ര റിയാലിറ്റി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ.
ദീപുവിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. ഉല്ലാസേട്ടാ പൊളിച്ചു. പിന്നെ ദീപിനെ കുറിച്ച് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അശ്വതി ആദ്യമായിട്ട് കേൾക്കുവാൻ തോന്നുന്നില്ല ദീപിന്റെ ഞാൻ ഇങ്ങനെ നേരിട്ട് ആദ്യമായിട്ട് കേൾക്കാണ്. പിന്നെ ദീപ് ഇതിനേക്കാൾ നല്ലതായിട്ട് കോമഡി സ്കിറ്റുകൾ ചെയ്യും. ആ അപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ ടൈമിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ദീപ് തകർത്തു, സൂപ്പറായിരുന്നു. പിന്നെ ഫോൺ വിളി ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. അത് കറക്റ്റാണോ എന്ന് പറഞ്ഞാൽ ചോദിക്കും എനിക്കിങ്ങനെ അനുഭവം ഉണ്ടോയെന്ന്. അതുകൊണ്ട് പക്ഷെ നല്ല രസമായിരുന്നു. താങ്ക് യു. ഇതൊക്കെ തന്നെ പറയാൻ, ദീപിനെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളെ കോമഡി സ്റ്റാർ മുതൽ അറിയാം. പിന്നെ പെർഫോമൻസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇനി ഫോൺ വിളി ഞാൻ കേട്ടിട്ടുണ്ട് ദീപ് തന്നെ ചെയ്യുന്നത്. അതിപ്പോൾ പലരും അനുകരിക്കുന്നുണ്ട്, ഈ സംഭവം അടിച്ചു മാറ്റി ചെയ്യുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും വളരെ നന്നായിരുന്നു. അപ്പൊ ദീപു ഓൾ ദി ബെസ്റ്റ്. അപ്പൊ വീണ്ടും വരാം പുതിയ ഐറ്റംസുമായിട്ട്. ഓക്കെ. ഓക്കെ.